വെൽക്കം ടു EGPC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡ് 8 ഗണിതപ്രകാശ്, എ സ്റ്റോറി ഓഫ് നമ്പേഴ്സ്, അബാക്കസ് ദാറ്റ് മേക്സ് യൂസ് ഓഫ് ദ ഡെസിമൽ സിസ്റ്റം. 11th സെഞ്ചുറിയോടെ റോമൻ ന്യൂമറൽസ് യൂസ് ചെയ്തിരുന്ന ആളുകൾ അബാക്കസ് എന്ന കാൽക്കുലേറ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓൾദോ റോമൻ ന്യൂമറൽസ് വെയർ സ്റ്റിൽ യൂസ്ഡ് ഫോർ റൈറ്റിംഗ് നമ്പേഴ്സ്, ദ അബാക്കസ് ഇറ്റ്സെൽഫ് വാസ് ബേസ്ഡ് ഓൺ ദ ഡെസിമൽ സിസ്റ്റം. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻസ് ഈസിയറും ഫാസ്റ്ററുമായി. The abacus was a board with horizontal lines. Abacus എന്ന് പറയുന്നത് ഒരു ബോർഡ് വിത്ത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. ഈച്ച് ലൈൻ റെപ്രസെൻറ്റഡ് എ ഡിഫറെൻറ്റ് പ്ലേസ് വാല്യൂ. ലോവസ്റ്റ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൺസ് ആണ്, ദെൻ നെക്സ്റ്റ് ലൈൻ 10, നെക്സ്റ്റ് 100, ദെൻ 1000, അങ്ങനെ പവേഴ്സ് ഓഫ് 10 ആയിട്ടാണ് ഓരോ ലൈനും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3426നെ നമുക്ക് 3000 + 400 + 20 + 6 എന്ന് എഴുതാൻ സാധിക്കും. 3000നെ നമുക്ക് 1000 + 1000 + 1000, ദെൻ 100 + 100 + 100 + 100, ദെൻ 20, 10 + 10, ദെൻ 6 ones എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഇതിനി എങ്ങനെയാണ് അബാക്കസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ പ്ലേസ് വാല്യൂ ആണ്. അതായത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 1's പൊസിഷനാണ്, നെക്സ്റ്റ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10's പൊസിഷനാണ്, നെക്സ്റ്റ് വരുന്നത് 100's പൊസിഷൻ, ദെൻ നെക്സ്റ്റ് 1000, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3000 1 2 3000 റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് 3 കൗണ്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് റെപ്രസെൻറ്റ് 3000. ദെൻ നെക്സ്റ്റ് 400 ആണ്, 1 2 3 4. സോ ഇവിടെ 400 നമുക്ക് 100 ലൈനിൽ മാർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് 210 ആണ്, 10ൻ്റെ ലൈനിൽ 2 കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് 1 2 3 4 5 6 ആണ്. ഇവിടെ 6 ones ആണ് ഉള്ളത്. സോ ഇവിടെ ഒരു സ്പെഷ്യൽ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് കൗണ്ടേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ ലൈൻ റെപ്രസെൻറ്റ് 1 ഈച്ച് ആൻഡ് കൗണ്ടേഴ്സ് പ്ലേസ്ഡ് എബോവ് ദ ലൈൻ റെപ്രസെൻറ്റ് 5 ആണ്. അപ്പം ഇത് 1ഉം ഇത് 5ഉം ആണ്. സോ 6 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലൈനിലല്ല എഴുതുന്നത്, പകരം 6നെ 1 + 5 എന്നാണ് എഴുതുക. ഓക്കെ, ഇത് നമുക്ക് വേണ്ട കൗണ്ടേഴ്സിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യുന്നതിനും അതേപോലെ കാൽക്കുലേഷൻസ് ഈസി ആക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 127 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. സോ 127നെ നമുക്ക് 100 + 20 + 7 എന്ന് എഴുതാം. സോ ഇതിനെ 100 + 20 എന്ന് പറയുന്നത് 10 + 10, ദെൻ 7 എന്ന് പറയുന്ന നമ്പറിനെ 5 + 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇത് വൺസ് ആണ്, 10s 100 ആണെങ്കിൽ ഇവിടെ നമുക്ക് 100ൽ 1, ദെൻ 2 10s ആണുള്ളത്, അപ്പോൾ നമുക്ക് 2 10s കൊടുക്കാം. ദെൻ 5 + 2 ആണുള്ളത്, വൺസിൻ്റെ ലൈനിൽ നമുക്ക് 2 കൊടുക്കാം. ദെൻ 5 റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എബവ് ദ വൺസ് ലൈനാണ്. ക്ലിയർ? ഓക്കെ അല്ലേ? സോ ഇതേപോലെയാണ് നമ്മൾ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അബാക്കസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ 2907 + 43. The two numbers are placed on opposite sides of the vertical partition of the abacus. സോ അബാക്കസിൻ്റെ വെർട്ടിക്കൽ പാർട്ടീഷനിലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ 2 നമ്പേഴ്സ് നമുക്ക് എഴുതാം. സോ 2907 ഇവിടെയും 43 ഇവിടെയും എടുക്കുന്നു. ഓക്കെ, 2907 എന്ന് പറയുന്നത് 2000 + 900 + 7 ones ആണ്. 1000ൻ്റെ ലൈനിൽ നമുക്ക് 2 കൗണ്ടേഴ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ 900 എഴുതുന്നത് 500 + 400 എന്നാണ്. 100s റോയുടെ എബവ് 1 ബീഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് 500 എന്നാണ്. ഇത് 100 റോയാണ്, സോ ദിസ് ബീഡ് മീൻസ് 500. ഓക്കെ, സോ ഇവിടെ നമുക്ക് 4 കൗണ്ടേഴ്സ് 100s ബേസ് ലൈനിൽ എഴുതാം. ദെൻ 1 കൗണ്ടർ എബവ് ദ 100 ബേസ് ലൈൻ മീൻസ് 500. സോ ടോട്ടൽ 900 ആകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 7 ones ആണ് വേണ്ടത്. 7 ones എന്ന് പറയുന്നത് 5 + 2 എന്ന് നമുക്ക് എഴുതാം. ഇവിടെയും 2 ബീഡ്സ് 1s റോയിലും 1 ബീഡ് എബോവ് ദ 1s റോ എന്ന് പറയുന്നത്
5 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് റെപ്രസെൻറ്റ് 5. ഓക്കെ അല്ലേ? സോ ഇതുപോലെ നമുക്ക് 2907 റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് 43 നോക്കാം. 43-ൽ 4 10s 3 1s ആണുള്ളത്. സോ 10s റോയിൽ 4 കൗണ്ടേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ 40 കിട്ടും. ദെൻ 1s റോയിൽ 3 കൗണ്ടേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ 3 ആവും. സോ ടോട്ടൽ 43. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം 1s പ്ലേസ് കൺസിഡർ ചെയ്യുക. ഇവിടെ ടോട്ടൽ 5 + 3 7 1s. ദെൻ ഇവിടെ 3 1s ആണുള്ളത്. ടോട്ടൽ 10 1s ആവും. ഓക്കെ, 10 1s ചേരുമ്പോൾ നമുക്ക് 110 കിട്ടുന്നു. ഓക്കെ, ഞാനത് ബ്ലൂ കളറിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ 4 10s ആണുള്ളത്. ഇനി 4 10s കൂടെ നമുക്കിപ്പോൾ കിട്ടിയ 10 കൂടി ചേർക്കുമ്പോൾ 5 10s ആവും. 5 10 എന്ന് പറയുന്നത് 50 ആണ്. സോ 50 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് 10s റോയുടെ എബോവ് ആണ്, അതായത് ഇവിടെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് 50. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 100 റോയാണ്. സോ 100s റോയിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് കൗണ്ടേഴ്സ് ഉള്ളത്. സോ അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്കത് കോപ്പി ചെയ്യാം. 1000s റോയിലും ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് കൗണ്ടേഴ്സ് ഉള്ളത്. സോ അതും അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2000 പ്ലസ് ദിസ് ഈസ് 500 ആണ്. 500 പ്ലസ് 100s റോയാണ്. സോ 500 600 700 800 900. സോ ദാറ്റ് ഈസ് 900. ദെൻ 50 ആണ്. സോ 2950 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതേപോലെ അബാക്കസ് യൂസ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ദെൻ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബേസ് ലൈനിൽ എഴുതുന്ന ഓരോ കൗണ്ടേഴ്സും 1 ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. 1 bead above the 1s row എന്ന് പറയുന്നത് 5 ആണ്. 1 bead above the 10s row എന്ന് പറയുന്നത് 50 ആണ്. 1 bead above the 100s row എന്ന് പറയുന്നത് 500 ആണ്. 1 bead above the 1000s row എന്ന് പറയുന്നത് 5000 ആണ്. ഓക്കെ, അതേപോലെ whenever the number of counters on a line reaches 10, they are replaced by 1 counter on the next higher line. അതായത് 10 1s ചേരുമ്പോൾ 110 ആവുന്നു, 10 10s ചേരുമ്പോൾ 100 ആകുന്നു, 10 100 ചേരുമ്പോൾ 1000 ആകുന്നു, ആൻഡ് സോ ഓൺ. സോ ദിസ് ഈസ് എക്സാക്ട്ലി ദ സെയിം ക്യാരിയിങ് പ്രോസസ് യൂസ്ഡ് ടുഡേ ഇൻ ഡെസിമൽ അരിത്തമാറ്റിക്. സോ ക്ലിയർ അല്ലേ? ദെൻ വൈ ദ ഡെസിമൽ അബാക്കസ് വാസ് ബെറ്റർ? ഡെസിമൽ അബാക്കസിന് സെവറൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. It follows the place value system. Then it grouped numbers according to the powers of 10. Large numbers could be represented very clearly. Addition and other calculations become very easier. Carrying happened naturally whenever 10 counters accumulated. The abacus was therefore much more efficient than using Roman numerals alone. Next one, shortcomings of the Egyptian system. It could represent numbers only by introducing new symbols. For every higher power of 10, a new symbol has to be invented. As numbers become larger and larger, more and more symbols were needed. ഓരോ 10ന്റെ പവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഓരോ സിമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് ഈ സിസ്റ്റത്തിന് എൻലെസ് സീക്വൻസ് ഓഫ് ന്യൂ സിമ്പിൾസ് വേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ ലാർജ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വളരെ ഇംപ്രാക്ടിക്കൽ ആണ്. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ഈജിപ്ഷ്യൻ സിസ്റ്റം ആൻഡ് അബാക്കസ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.